പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മുമ്പുള്ള കാര്യം എനിക്കമായിട്ട് പറയേണ്ടി വരും. അത് അന്നേരം അത് പല ആൾക്കാർക്കും അത് മാനസികമായിട്ട് വിഷമമുണ്ടാക്കും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണോ, ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടത്തിയതാണോ, ഒരു കൂട്ടർ പറയുന്ന ഇത് പിന്നെ ഈ തരകരും പിന്നെ ഗൗഡ ബ്രാഹ്മണരുമാണെന്നുള്ളത്. ഇവിടെ പ്രശ്നമിച്ചപ്പോഴും പറഞ്ഞിരുന്നു ഇത് കർണാടക ബ്രാഹ്മണരുടെ ആധിപത്യത്തിലുണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെപ്പറ്റിയൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ, ഈ ക്ഷേത്രം ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ട് 40 വർഷമായി. 40 വർഷമായിട്ട് ഈ ക്ഷേത്രം ഇന്നിങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഒരു പുരോഗതിയുമില്ലാതെ കണ്ട്. അപ്പോൾ ഒരു പുരോഗതി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരയക്കുന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പല ആൾക്കാരും അമ്പലവുമായിട്ട് യോജിച്ച് വന്നു. പിന്നെ രണ്ടാമതിപ്പോൾ അമ്പലം പുതുക്കിപ്പണിയാനുള്ള പരിപാടിയായി 26-ആം തീയതി ബാലാല പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. നവംബർ 26-ന്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും വിട്ട് പുതിയൊരു യുഗത്തിലേക്കാണ് ഇപ്പോൾ ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഈ പുതിയ യുഗത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ നാട്ടുകാരായിരിക്കുന്ന ആൾക്കാരും അതേപോലെ തന്നെ ഈ ഈശ്വര വിശ്വാസികളും ക്ഷേത്രവിശ്വാസികളുമുള്ള ആൾക്കാരുടെ ഈ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ സാമ്പത്തികമായിട്ടും അംഗബലമായിട്ടും ഇല്ലാത്ത ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ അത്താഴ പട്ടിണിക്കാരായിരിക്കുന്ന ഈ കുറുമ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അവരെ കൊണ്ട് ഒരു കാരണവശാലും ഈ ക്ഷേത്രം പുനരുദ്ധരണം ചെയ്ത് പുരോഗമിക്കാൻ വേണ്ടി സാധ്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രവിശ്വാസികളും ഈശ്വരവിശ്വാസികളും ആൾക്കാരുടെ സഹായവും സഹകരണവും ഞങ്ങൾക്ക് പൂർണ്ണമായി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഊരാളന്മാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പഴയ കാരണന്മാർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഊരാളന്മാർ പണ്ട് കൗണ്ടന്മാരും തരകരുമായിരുന്നുള്ളതാണ്. അതിന് ശേഷമാണ് പിന്നെ ഈ പഴശ്ശിത്തമ്പ്രാക്കന്മാരുടെ വരവോടുകൂടി ഈ ആറൻകുപ്പത്തോട് നായന്മാരുടെ കീഴിലായിരുന്നത് കുറേ കാലം. അവരിത് ഇട്ടുപോയി. അങ്ങനെ ആറൻകുപ്പത്തോട് നായന്മാരുടെ കീഴിലുണ്ടായിരുന്ന സമയത്ത് അവർ ഈ ക്ഷേത്രത്തിന് വേണ്ടി 40 ഏക്കർ വയലും 20 ഏക്കർ കരിയും ചേകാടിയിലുള്ള ഒരു ചെട്ടിയാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ 60 ഏക്കർ സ്ഥലം ഇന്ന് അനധിനപ്പെട്ടുപോയി. അയാളത് പല ആൾക്കാർക്കായിട്ട് കൈമാറിപ്പോയത്. ഇന്ന് അതോടുകൂടി ക്ഷേത്രത്തിൻ്റെ അധപ്പതനവുമായി. ക്ഷേത്രത്തിലേക്ക് ഒരു വരുമാനമില്ല. അതുപോലെ തന്നെ ഇവിടെ കഴകപ്പണിക്ക് വേണ്ടി ഈ പഴശ്ശിത്തമ്പ്രാക്കന്മാരുടെ കാലത്ത് കൊടുത്താണ് ഈ 9 ഏക്കർ വയലും 1 ഏക്കർ കരിയും. അവരും ഇന്ന് ഈ അമ്പലത്തേക്ക് വരവില്ല. അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മുതലുകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് അനാഥമായി കാട് കയറി കിടക്കുകയും ചെയ്തു. അങ്ങനെ വന്ന സമയത്താണ് പുൽപ്പള്ളി ദേവസ്വം അധികാരി രാഘവൻ നമ്പ്യാരി ക്ഷേത്രത്തിൽ വരികയും ഈ ക്ഷേത്രം ഈ നാട്ടുകാരൊക്കെ കൂട്ടിപ്പിടിച്ച് ഈ ക്ഷേത്രം നമുക്ക് അന്ത്യത്തിരികിന് കത്തിച്ച് പോകണമെന്ന് പറഞ്ഞ് അയാളുടെ നിർബന്ധപ്രകാരം കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, രണ്ടാമതും പറയുകയാണ്, ക്ഷേത്രവിശ്വാസികളും ഈശ്വരവിശ്വാസികളുമായ ആൾക്കാരുടെ സഹായവും സഹകരണങ്ങളും ഞങ്ങൾക്ക് പൂർണ്ണമായും ഉണ്ടാകണം. അവർക്ക് അവരെ ദൈവം പിന്നെ രക്ഷിക്കട്ടെ. എനിക്ക് അത്രയും പറയാനുള്ളൂ. ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്ഷേത്രം ഞാൻ 10-20 ദിവസം നടത്തിക്കൊണ്ടുപോയ വ്യക്തിയാണ്. എൻ്റെ പേര് കുമാരൻ എന്നാണ്. ഞാൻ അത് നടത്തിക്കൊണ്ടു പോവുകയും അത് കഴിഞ്ഞ് പുതിയ കമ്മിറ്റി വന്ന് ഞാൻ ആ കമ്മിറ്റിയിൽ അംഗവുമാണ്. എന്നിരുന്നാലും ഇനി എല്ലാവരും കൂടി ഈ ക്ഷേത്രം ഒരു നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്.